ക്ക് വസ്തുതയില്ലാതെ വാർത്തകൾ നൽകാൻ കഴിയുമോ? മാധ്യമപ്രവർത്തകർക്ക് അതല്ലെങ്കിൽ ന്യൂസ് സ്റ്റുഡിയോയിലെ ആങ്കർമാർക്ക് എന്തെങ്കിലും വിളിച്ചു പറയാൻ കഴിയുമോ? അവരുടെ രാഷ്ട്രീയ ബോധമനുസരിച്ച് എതിർപക്ഷത്ത് നിൽക്കുന്നവരെ അവഹേളിക്കാൻ കഴിയുമോ? കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഈ ചോദ്യം ചോദിക്കുന്നത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യയാണ്. ആ ചോദ്യം ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് സുജിയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ ഒരു പരാമർശമാണ്. അത് പി ദിവ്യ തന്നെ പറയുന്നു. എന്താണ് പരാമർശം? പി ദിവ്യ അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുകയും സുജിയ പാർവതിക്കെതിരെ കേസ് നൽകും, നിയമ നടപടി ആരംഭിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതോടൊപ്പം അവർ ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമപ്രവർത്തകർ ഏകപക്ഷീയമായി വാർത്തകൾ നൽകുകയാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും ആ രീതിയിലുള്ളവരല്ല, എങ്കിലും ഏതാനും പേർ അത്തരക്കാരായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജിയ പാർവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ദിവ്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രഖ്യാപിക്കുന്നത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാനിവിടെ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ളതല്ല മാധ്യമപ്രവർത്തനമെന്നും നാട്ടിലുള്ള വർത്തമാനങ്ങൾ അതോടൊപ്പം വിമർശനങ്ങൾ അതെല്ലാം വേണം. ഇതെല്ലാം കൂടി ചേർന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തെ ഇവിടെ മലീമസമാക്കുവാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന ചില മാധ്യമങ്ങളും അതിനകത്ത് ചില മാധ്യമ പ്രവർത്തകർക്കെതിരെയും ചില നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട്. കോടികളാണ് ഇവരുടെയൊക്കെ തന്നെ വരുമാനം. അവരുടെ ഈ വരുമാനം, ഈ കോടികൾ അവരുണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാർ, വ്യവസായികൾ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്താണ്, ഇല്ലാ കഥകൾ ചെയ്താണ്. ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും നിലക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോഴും ഒരുപാട് പരിമിതിയുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കവച്ചു വെക്കുന്ന രീതിയിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയിലെ സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ നടപടിയാണ്. എന്നെ സംബന്ധിച്ച് വളരെ തെറ്റായ രീതിയിൽ ഒരു പ്രചരണം റിപ്പോർട്ടർ ടിവിയിലൂടെ അവർ അല്പം ആഴ്ചകൾക്ക് മുമ്പിൽ നടത്തുകയുണ്ടായി. അത് സംബന്ധിച്ചൊരു വക്കീൽ നോട്ടീസ് സുജയ്ക്ക് അയച്ചു. പക്ഷേ ആ വക്കീൽ നോട്ടീസിന് അവർ അയച്ച മറുപടി തൃപ്തികരമല്ല എന്ന് മാത്രമല്ല, അവർ ചെയ്ത തെറ്റുപോലും സമ്മതിക്കാത്ത രീതിയിലേക്കാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. ഇവിടെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് സുജയ പാർവതിക്കെതിരായിട്ടുള്ളൊരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായ സ്വീകരിച്ച നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തുള്ള പലർക്കുമുള്ള അനുഭവമാണ്. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഈ മാധ്യമപ്രവർത്തകരെ, അതായത് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ മൈക്കിന് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ബോധ്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ ചിന്തയും ഇടതുപക്ഷ വിരുദ്ധതയുമെല്ലാം കുത്തിച്ചേർത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഈ വാർത്തകളും അതിനോടനുബന്ധമായ പരിപാടികളും കാണുമ്പോൾ സത്യമല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടി, നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം. നമ്മളെല്ലാവരും തയ്യാറാവണം. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ എന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ കരുതുകയാണ്. ഏതായാലും ഞാൻ അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നു. സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു. സുജയ പാർവതിയിൽ അവസാനിക്കില്ല. കാരണം എന്നെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തെ, എന്നെ സമൂഹത്തിനകത്ത് അപമാനിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമമാണ്, വലിയ ഗൂഢാലോചനയാണ് ഇവരെല്ലാം നടത്തിയിരിക്കുന്നത്. 24 മണിക്കൂറും അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. ഇവർക്കെല്ലാം രാവിലെ വേഷം ധരിച്ച് നേരെ ക്യാമറയ്ക്ക് മുമ്പിൽ പോയി തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് റേറ്റിംഗ് കൂട്ടി ഒരു മാസം 10-15 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിരിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഒന്നും ആഗ്രഹിക്കാതെ എല്ലാ സമയവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പൊതുപ്രവർത്തകരെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഇത്തരം ആളുകൾ, പൊതുപ്രവർത്തനത്തിൻ്റെയോ പൊതുജീവിതത്തിൻ്റെയോ ഒരനുഭവം ഇല്ലാത്ത ഇത്തരം ആളുകൾ തയ്യാറാകുമ്പോൾ അവർക്കെതിരെ നമ്മളല്ലാതെ മറ്റാരാണ് പ്രതികരിക്കുക? സത്യം വരട്ടെ, സത്യമായ വാർത്തകൾ വരട്ടെ.
അല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ല വാർത്തകൾ എന്ന് പറയുന്നത്. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. അവർ കോടതിയും നിയമവും കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഒരു മാധ്യമത്തെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇവിടെ എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കുറ്റവും ശിക്ഷയും നൽകാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള, മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ചിലർക്കെല്ലാവരെയുമല്ല, ഏറെ നാം ആരാധിക്കുന്ന, വളരെ ബഹുമാനത്തോടു കൂടി നാം കാണുന്ന ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട്. അവരെ അതുപോലെ തന്നെ കാണാം. പക്ഷേ അവർക്കെല്ലാം അപമാനമാകുന്ന ഇത്തരം ആളുകൾക്കെതിരായി നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ. ആ നിയമ നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു. മടിയിൽ കനമുള്ളവന് മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഏത് കാര്യം പറയുമ്പോഴും ആ പറയുന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടവുമായി ഞാൻ മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങളാൽ ഏറെ വേട്ടയാടപ്പെട്ട ആളാണ് പി ദിവ്യ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് രാജിവെക്കേണ്ടി വന്നു. കണ്ണൂർ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ ദിവസം മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായി നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ വാർത്ത എവിടെ എത്തി നിൽക്കുന്നു? അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഇന്ന് അതിലേക്ക് കാര്യങ്ങൾ പോയോ? ഊഹാപോഹങ്ങളും ഇല്ലാത്ത കഥകളുമൊക്കെ കെട്ടിച്ചമച്ച് വാർത്തയായി നൽകുന്ന രീതി ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലും ഉണ്ടായിരുന്നോ? ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും സുജയ പാർവതിക്കെതിരെ പി ദിവ്യ ആരംഭിച്ച നിയമ നടപടി സ്വാഭാവികമായും കോടതിയിൽ ഇക്കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ ഇടയാക്കും. അതിൽ ഏതാണ് നെല്ല്, ഏതാണ് പതിര് എന്ന് കോടതി തീരുമാനിക്കട്ടെ. അത്തരമൊരു നിയമ നടപടി, നിയമയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്നത് മാധ്യമപ്രവർത്തന രംഗത്തുള്ളവർക്കും ആശ്വാസകരമാണ്. കാരണം എന്തും വിളിച്ചു പറയുന്നതല്ല മാധ്യമപ്രവർത്തനം എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇത്തരം നിയമ നടപടികൾ സഹായിക്കുമെങ്കിൽ, മാധ്യമപ്രവർത്തനത്തെ അത് കൂടുതൽ നന്നാക്കാൻ കഴിയുമെങ്കിൽ അത് ഉപകാരപ്രദമാകും. മാധ്യമപ്രവർത്തനത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഈ നിയമ പോരാട്ടം ഉതകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അത് പി ദിവ്യ പറഞ്ഞ ന്യായം ജയിച്ചാലും സുജയ പാർവതിയുടെ വാദം ജയിച്ചാലും കോടതി തീരുമാനിക്കട്ടെ. ഏതായാലും അത് മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ ഒരു ഏടായി മാറും. കോടതി പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തനത്തിന് തന്നെ, അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു പുതിയ വെളിച്ചം പകരുന്നതാകട്ടെ എന്നും ആശംസിക്കുന്നു.